യെസ്, വെൽക്കം. എല്ലാവർക്കും ശബ്ദം കേൾക്കാമല്ലോ? യെസ്. ആ ഇപ്പൊ കുറെ നാളായിട്ട് എന്നോട് വളരെയധികം കുട്ടികൾ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്, ഇനി വരാൻ പോകുന്ന സ്റ്റാഫ് നഴ്സ് DME എക്സാമിന് അത് എങ്ങനെ പഠിക്കണം, അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആ ഒരു എക്സാം അതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വളരെയധികം കുട്ടികൾ എന്നോട് ഒരുപാട് പേർ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോ കാണാൻ നിങ്ങൾ തന്നെ പലരും എന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചു കാണും. ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ DME എക്സാമിന് അത് എങ്ങനെ ഫസ്റ്റ് മുതൽ ഏറ്റവും ആദ്യം മുതൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, അല്ലേ? ചോദിച്ചില്ലേ എല്ലാവരും? യെസ്, ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം കേരള PSC പറഞ്ഞ് വരാൻ പോകുന്ന DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് എങ്ങനെ പഠിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് എന്റെ വ്യൂ പോയിന്റിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ വ്യൂ പോയിന്റ് നിങ്ങൾ പറഞ്ഞു തരികയാണ്. ഇത് പലരും ചോദിച്ച കാര്യമാണ്, എങ്ങനെ പഠിക്കണം. ആദ്യം പറയാനുള്ളത്, ഒരു സർക്കാർ ജോലി നേടാനുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണോടെ? ആണോ? അല്ലേ? പക്ഷെ നമുക്ക് എങ്ങനെ പഠിക്കാം, അത് ഏറ്റവും എളുപ്പമാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ ഏറ്റവും എളുപ്പം പഠിക്കാമാക്കാൻ പറ്റും, അല്ലെ? 90% ആളുകൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഒരു എക്സാം ജോലി നേടിയെടുക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നന്നായിട്ട് എന്ത് ചെയ്യണം, അവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ എക്സാമും എഴുതിയെടുക്കുന്നത്. അപ്പോ ഒരു ജോലി നേടാനായി അവിടെ എന്താണ്, നമുക്ക് ഇന്ന ലക്ക് കൂടെ വേണ്ടേ, കുറച്ച് ലക്കിന്റെ ഫാക്ടർ കൂടെ വേണം. അതിന്റെ കൂടെ തന്നെ ദ ഹാർഡ് വർക്കും ആൻഡ് ദ ലക്കും കൂടി ചേർന്നാണ് ഒരു സക്സസിന്റെ ഏറ്റവും ദ മെയിൻ ഫാക്ടർ എന്ന് എപ്പോഴും പറയുന്നത്, അല്ലേ? ഒരു ഹാർഡ് വർക്ക് വേണം, അതിന്റെ കൂടെ ദ ലക്കും കൂടെ വേണം. അതാണ് ഏറ്റവും ദ സക്സസിന്റെ ദ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലേടെ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പ്രൈവറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെങ്കിൽ പറഞ്ഞ ജോലി ഇപ്പൊ ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ എന്താണ്, ഇനി എഴുതാൻ പോകുന്ന ഈ ഒരു എക്സാം കറക്റ്റ് 100 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം അല്ലേ? ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് കറക്റ്റ് 100 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം ആണ്, ശരിയല്ലേ? നിങ്ങൾ പലരും പലപ്പോഴും ചെയ്തൊരു കാര്യമാണ്, ഈ പറഞ്ഞ 100 ക്വസ്റ്റ്യൻ ഒന്ന് കറക്കി കുത്തി നോക്കിയിട്ടുണ്ടോ എല്ലാവരും? നോക്കിയിട്ടുണ്ടല്ലേ? അതിന്റെ പ്രോബിലിറ്റി നോക്കുമ്പോൾ കുറച്ചൊക്കെ ലക്ക് ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്, ഈ എക്സാം നല്ല സീരിയസ് ആയി കാണുന്നവർക്ക് മാത്രമേ അത് നേടാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഉറപ്പ് പറയുന്നു, ഈ എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് എനിക്കിത് കിട്ടണം, എനിക്ക് ഈ ഒരു ജോലി ഉറപ്പായി നേടിയേ പറ്റുള്ളൂ എന്ന് സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ ഈ ഒരു എക്സാം നേടാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ഈ പറഞ്ഞ ലെവൽ ഏതുമായിക്കോട്ടെ, പഠിക്കാൻ ബേക്കിലാണ് മുന്നിലാണ് ഏതുമായിക്കോട്ടെ, പക്ഷെ നമ്മുടെ ക്ലാസ്സുകളിലൂടെ എന്ത് ചെയ്യുന്നു, അത് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ പലരും എന്താണ് പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് നാളുകളായ പലരും ഉണ്ടായിരിക്കില്ല, ഉണ്ടോ ഇവിടെ കൂട്ടത്തിൽ? ഉണ്ടല്ലേ? പഠിച്ചിറങ്ങി ഒരുപാട് നാളായവർ ഉണ്ടാകും. ഇതിപ്പോ പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടായിരിക്കും. ഇതുവരെ ഈ പറഞ്ഞ നഴ്സിംഗ് ജോലിക്ക് പോയിട്ടില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അബ്രോഡ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ചാൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന DME എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടാൻ കഴിയും. ഇറ്റ് ഇസ് ഗ്യാരണ്ടി ആണ് കേട്ടോ. എന്തുകൊണ്ടെന്നറിയാമോ? സാധാരണ ഈ പറഞ്ഞ LD ക്ലർക്ക് പോലെ എക്സാം എഴുതി കഴിഞ്ഞാൽ എത്രയോ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ എന്താണ് ഈ പറഞ്ഞ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ ഒരു നോർമൽ PSC കാട്ടിലും സ്റ്റാഫ് നേഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, GK പോലുള്ള സംഭവങ്ങളില്ല, ബോട്ടണി സുവോളജി അങ്ങനെ ഒന്നും തന്നെ പഠിക്കാനുള്ള, നിങ്ങൾ 4 വർഷമോ 3 വർഷമോ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സിലബസിൽ കൊടുത്തിട്ടുള്ളൂ, ശരിയല്ലേ? നമ്മുടെ കേരള PSC സ്റ്റാഫ് നേഴ്സ് സിലബസിൽ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലേ? ഈ കഴിഞ്ഞ DHS നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ടഫ് ആയിരുന്നു, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ എക്സാം അത് എത്രത്തോളം ടഫ് ആകുന്നു അത്രയും കട്ട് ഓഫ് താഴും. കണ്ടു കാണുമല്ലോ, ഈ പറഞ്ഞ 40 42 കണ്ടു കാണുമല്ലോ. സോ ഈ പറഞ്ഞ എക്സാം വളരെ ടഫ് ആകുന്നു, എത്രയോ ടഫ് അത്രയും കട്ട് ഓഫ് താഴ്ന്നിരിക്കും. ഈ പറഞ്ഞ എക്സാം എത്രത്തോളം ഈസി ആകുന്നോ അത്രത്തോളം കട്ട് ഓഫ് അത് കൂടുതലുമായിരിക്കും. കഴിഞ്ഞ എക്സാം ടഫായിരുന്നു, ശരിയല്ലേ? 90% വരും പലരും തെറ്റിച്ച കാര്യമാണ്. ഇതിൽ നിങ്ങളെ കൊണ്ട് തന്നെ ഏറ്റവും വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കുന്ന സിസ്റ്റമാറ്റിക് എപ്പോഴും കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യും കേട്ടോ. നിങ്ങളിപ്പോ നമ്മളെ ഒരു ക്ലാസ് പഠിക്കുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആണ് ഒരു ക്ലാസ് തരുന്നത്. അതിന്റെ കണ്ടന്റ്സ് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഏറ്റവും ആദ്യത്തെ റാങ്ക് ലിസ്റ്റിലോട്ട്
ഉൾപ്പെടാൻ സാധിക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻ ടഫ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ഈസി ആയിക്കോട്ടെ, കുറച്ച് മീഡിയം ആയിക്കോട്ടെ, അത് ഏത് ലെവലായാലും നമ്മുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഉറപ്പിച്ച വിജയം നേടാൻ സാധിക്കും. അറിയാം, ഈ കഴിഞ്ഞ DHS കറക്റ്റ് 92 ക്വസ്റ്റ്യൻ ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ സിലബസിലുള്ള കാര്യങ്ങൾ അവിടെ 2 മെത്തേഡിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ദ തിയറി, 2 ദ ക്വസ്റ്റ്യൻ. ഇതിലൂടെ മാത്രമേ നമുക്ക് എപ്പോഴും പഠിക്കാൻ സാധിക്കൂ. അല്ലാതെ ജസ്റ്റ് ദ തിയറി മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ ആർക്കും വിജയം പറ്റില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ദ റാങ്ക് ഫയൽ എല്ലാം ഉപേക്ഷിക്കുക. ഒരു റാങ്ക് ഫയലും വാങ്ങിക്കാൻ നിൽക്കരുത്. എല്ലാത്തിലും ഒരു പഴയ സിലബസ് ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇനി ആവശ്യമില്ല, അല്ലേ? ഒരിക്കലും ഒറ്റ ഗൈഡിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാൻ നിൽക്കരുത്. ഒരു ഗൈഡും വാങ്ങിക്കാൻ നിൽക്കരുത്. എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മാത്രമേ പാസ്സാവോ? ഇപ്പൊ ഒരു വലിയൊരു ഗൈഡ് വാങ്ങിച്ചുകൊണ്ട് എന്താണ് അത് പഠിച്ചാൽ മാത്രം പാസ്സാവും? ഇല്ല. അല്ല, ആ ഒരു കാലഘട്ടം കഴിഞ്ഞല്ലേ. ആ ഒരു കാലഘട്ടം ഇപ്പൊ ഇല്ല, അത് കഴിഞ്ഞു. എന്താണ്, അതൊരു 5-6 വർഷം മുമ്പുള്ള കാലഘട്ടം. ഒരു റാങ്ക് ഫയൽ പഠിച്ചു കഴിഞ്ഞാൽ ആളുടെ ക്വസ്റ്റ്യൻ വരുമെന്ന കാര്യം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. അതിന് നടക്കത്തില്ല. സോ അവിടെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലേ? ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അറിയാമല്ലോ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ആൾ വളരെ ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ആൾക്കാർ എപ്പോഴും എന്താണ് വളരെ ട്രിക്കി ആയിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? നമ്മൾ സ്ഥിരം പഠിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ DHSന് പോയ ആൾക്കാരെ പോലെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസ് നോട്ട്സും എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ വളരെ എല്ലാവർക്കും ഉപയോഗപ്പെട്ടു. സോ ഇനി വരാൻ പോകുന്ന എക്സാം എങ്ങനെ പഠിക്കാം? ദ തിയറിയുടെ കൂടെ തന്നെ ദ ക്വസ്റ്റ്യനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്രം പഠിക്കുക. എപ്പോഴും ദ തിയറി പഠിക്കുമ്പോൾ അതിന് ക്വസ്റ്റ്യൻസിനും കൂടി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ എന്ന കാര്യം ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. ദ തിയറിയുടെ കൂടെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും മസ്റ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അതിന്റെ ദ റാഷണൽ മനസ്സിലാക്കി തന്നെ പഠിക്കണ്ടേ? ശരിയല്ലേ? ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ദ റാഷണൽ കറക്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതിന്റെ 4 ഓപ്ഷൻസ് അത് എങ്ങനെ വന്നു, അല്ല അതിൽ ഏതാണ് ശരി ഉത്തരം, ഈ പറയും ബാക്കി 3 ഓപ്ഷൻസ് അത് തെറ്റായത് എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കി മാത്രമേ പഠിക്കാവൂ. സോ ക്വസ്റ്റ്യൻ വർക്കൗട്ടിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിഞ്ഞ DHS വളരെ പാടായിരുന്നു എല്ലാവർക്കും. പക്ഷേ ദ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും 40% ആൾക്കാരും വളരെ ടഫായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു, അല്ലേ? അതിൽ ബാക്കി 10% ക്വസ്റ്റ്യൻ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല, പലരും കണ്ടിട്ടില്ല. ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ നടക്കുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ തരുന്നത്. സോ എങ്ങനെ പഠിക്കുന്നതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ദ തിയറിയോടൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ദ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് രണ്ടും പാരലായാണ് മാത്രമേ പഠിക്കാവൂ. ദ തിയറിയും ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും അത് പാരലായി മാത്രമേ, രണ്ടും ഒരേ ലെവലിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന ഈ എക്സാമിന് നിങ്ങൾക്ക് അതിന്റെ വിജയം നേടാൻ സാധിക്കൂ. അതിന് വിജയം നേടണമെങ്കിൽ ദ തിയറി ആൻഡ് ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് രണ്ടിനെയും ഒരു പാരൽ ലെവലിലോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാസ്സാവാൻ സാധിക്കുക. അത് 100% നിങ്ങൾക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പൊ ഇത് പഠിക്കാനുള്ള സ്ട്രാറ്റജി എന്നത് ഈ പറഞ്ഞ DMക്ക് നിങ്ങൾ എല്ലാവരും ഓരോ സബ്ജക്റ്റ് ഓരോ സ്റ്റഡി നോട്ട് വാങ്ങിക്കോ. ആ ഓരോ നോട്ട് വാങ്ങിച്ച് എന്താണ് സിലബസ് ആദ്യം ഈ പറഞ്ഞ സ്റ്റഡി നോട്ടിൽ എഴുതിയെടുക്കണം. സിലബസ് ആദ്യം എഴുതിയ ശേഷം എന്താണ്, ഇപ്പൊ നമ്മൾ കാർഡിയോളജി പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ അനാട്ടമി ഫിസിയോളജി നോക്കുന്ന സമയത്ത് ആ കൃത്യമായി അവിടെ എഴുതേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി സ്റ്റഡി നോട്ട് അവിടെ ഞാൻ തരുന്ന സ്റ്റഡി നോട്ട് അത് കൃത്യമായി എഴുതിയെടുക്കണം. ഓക്കെ, എഴുതിയെടുത്ത ശേഷം ലാസ്റ്റ് പേജിൽ ഒരു പേജ് വിട്ടേ. കാരണം എന്ത് ചെയ്യുന്നറിയുമോ, നമ്മൾ ഓരോ യൂണിറ്റും ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് എഴുതി പോവാം. ആ ഒരു സ്പേസ് ഗ്യാപ്പ് ഇട്ട് ആ ഒരു ഗ്യാപ്പ് ആഡ് ചെയ്തതിന് പോകാം. പിന്നെ ഈ പറഞ്ഞ സ്റ്റഡി നോട്ട് പ്രിപ്പയർ ചെയ്തത് ഒരു ലോങ് ടൈം പ്ലാൻ ആണല്ലേ. ഒരു സ്റ്റഡി നോട്ട് പ്ലാൻ ഉണ്ടാക്കുന്നത് ഒരു ലോങ് ടൈം പ്ലാൻ ആണ്, അല്ലേ? ചിലരുടെ അപ്പൊ ഒരു ഗ്യാപ്പ് ഇട്ടിന് എഴുതി പോകണം. നമ്മുടെ നോളജ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അത് അവിടെ തന്നെ എഴുതി പോവുക.
നമ്മളുടെ തിയറിയിൽ ഒരു ഇപ്പൊ കാർഡിയോളജിയിൽ എന്താണ് ഒരു കാര്യം പഠിക്കുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ എവിടെ കണ്ടാലും അവിടെ തന്നെ എഴുതി പോവുക. ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഇട്ട് അവിടെ ഒരു ക്വസ്റ്റ്യനും ആൻസറും കൂടെ എഴുതി പോവുക. അപ്പോൾ മാത്രമേ നിങ്ങൾ എപ്പോഴും പഠിച്ചു നോക്കുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ചെയ്യുള്ളൂ. അല്ലേ 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 ശരിയല്ലേ. അപ്പൊ ഇനിയുള്ള സമയം നമ്മുടെ ക്ലാസ് ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അത് എല്ലാവരും ഇനി സമയം കളയാതെ നന്നായിട്ട് പഠിക്കുക. മിനിമം ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ആദ്യമൊന്നും നടക്കത്തില്ല, അറിയാം. ആദ്യമൊന്നും ഒരു ഒറ്റ സ്റ്റെപ്പിൽ 4 മണിക്കൂർ നിങ്ങളെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഒരു അരമണിക്കൂർ, അടുത്ത ദിവസം 1 മണിക്കൂർ, അടുത്ത ആഴ്ച 2 മണിക്കൂർ, പതിയെ സമയം കൂട്ടുക. നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് തിയറി പഠിക്കുന്നതോട് ഈക്വൽ ക്വസ്റ്റ്യൻ റെക്കോർഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാം, പഴയ DHS കുട്ടികൾ, നമ്മുടെ ബാച്ച് കുട്ടികൾ ഇതാണ് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ പോലെ ചെയ്യുന്നു. ഈ പറഞ്ഞ ക്ലാസ് ഓൺ ചെയ്ത് കേട്ട് പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടല്ലേ. അങ്ങനെയുള്ള ഓരോ സ്റ്റാർട്ടർ നിങ്ങളെ ഉണ്ടാക്കുക. പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും നല്ലൊരു വിജയം ഉണ്ടായിരിക്കും. ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആൻഡ് ദ തിയറി ഇൻ ദ ചാപ്റ്റർ വൈസ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന DHS പാസ്സാവാൻ പറ്റത്തില്ല എന്ന കാര്യം ഉറപ്പ് വേണം. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്, സെപ്പറേറ്റ് യൂണിറ്റ് വൈസ് ആയിട്ട് ദ തിയറി, അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഇപ്പോൾ ഒരു ദിവസം ദ തിയറി ആണെങ്കിൽ അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഒരു ദിവസം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെങ്കിൽ അടുത്ത ദിവസം ദ തിയറി. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപോലെ രണ്ടിനെയും കൊണ്ടുപോയാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന DME-യിൽ നിങ്ങൾക്ക് 90+ ക്വസ്റ്റ്യൻസ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. ഇത് വാക്കാണ്. കഴിഞ്ഞ DHS എല്ലാവരും കണ്ടതാണ്. ഇനി വരാൻ പോകുന്ന DME-ക്കും അത്രത്തോളം ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. സോ ആദ്യം മുതൽ തന്നെ വിജയം ഉറപ്പിച്ച് എല്ലാവരും പഠനം തുടങ്ങുക. സ്റ്റഡി നോട്ട്, കുറച്ച് നോട്ട്ബുക്ക് വാങ്ങിക്കുക. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എഴുതി പഠിച്ചു തുടങ്ങാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. സോ എല്ലാവർക്കും ഒരു വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്.